ഹലോ, അപ്പോൾ നമുക്കൊരു ട്രിവാൻഡ്രം സ്റ്റൈൽ പരിപ്പ് കറി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 ഗ്ലാസ് പയറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നതിന് റോസ്റ്റ് ചെയ്യുക. ഇടയ്ക്ക് ഓരോന്ന് എടുത്തൊന്ന് കടിച്ചു വെക്കുക കേട്ടോ. നല്ല ഹാർഡ് ആകുമ്പോഴത്തേനും ഫ്ലെയിം ടേൺ ഓഫ് ചെയ്യുക. അപ്പോൾ ഇനി ഈ വറുത്ത പയർ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഗ്രൈൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ പയറെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അതെടുത്ത് കുക്കറിലോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്താൽ മതി. പക്ഷേ ഞാൻ എവിടെ പണി അവതരിപ്പിച്ചാലും ഇമാതിരി പണികൾ എനിക്ക് കിട്ടാറുണ്ട്. കറക്റ്റ് സമയം നോക്കി അച്ഛൻ കുക്കറിൻ്റെ വാഷർ മാറ്റാൻ പോയിട്ടുണ്ട്. അത് നല്ലോണം വിസിൽ വെക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ ഇത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പയറൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 to 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത ശേഷം ഒന്ന് വാഷ് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ഇപ്പം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന ടൈമിൽ അച്ഛൻ വാഷർ വീണ്ടും കൊണ്ടുവന്നു. അപ്പോൾ ഇനി വീണ്ടും പണിയായല്ലോ. അപ്പോൾ ഇതെടുത്ത് നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ഇടാം. അതാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്നാവും. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് നമുക്ക് 2 വിസിൽ കൊടുക്കാം കേട്ടോ. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് ടേൺ ഡൗൺ ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്ന് നെക്സ്റ്റ് വിസിൽ വരുമ്പോഴത്തേനും ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പയർ നല്ലോണം കിടന്ന് കുക്കാവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ പരിപ്പ് കറിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് കറിക്കുള്ള കൂട്ടെന്ന് പറയുമ്പോൾ ഒരു അരപ്പിടി തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ കാണുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ വന്ന് ഇതെല്ലാം നല്ല കുക്കായ ശേഷം നമ്മൾ അരച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക കേട്ടോ. അപ്പോൾ ഇളക്കുന്ന ടൈമിൽ നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കുറുകി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലോണം ഒന്ന് ഉടയ്ക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം വളരെ ലോയിലാക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തിളയ്ക്കും. ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് മാറും. അപ്പോൾ ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നമുക്ക് ഇത് ഉടച്ചെടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു പയർ കറി നമ്മൾ ട്രിവാൻഡ്രം കൊല്ലം സൈഡിലാണ് കൂടുതലും ഉള്ളത്, പയറല്ല പരിപ്പ് കറി. കാരണം നമ്മൾ സദ്യക്കായിരുന്നാലും പരിപ്പാണ് ഇവിടെ ട്രിവാൻഡ്രം കൊല്ലത്ത് ആദ്യം ഒഴിക്കുന്നത്. പക്ഷേ കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് സാമ്പാറാണ് ഒഴിക്കുന്നത്. അപ്പോൾ വേറെ നാട്ടിലൊന്നും പരിപ്പ് കറി ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ വേറെ ഏതെങ്കിലും ഫുഡിൻ്റെ കൂടെയാണോ കഴിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഡു ട്രൈ ഇറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പയറെല്ലാം നമ്മൾ നല്ലോണം ഉടച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിള വരുമല്ലോ. തിള വന്ന് തുടങ്ങുമ്പോഴത്തേനും ഫ്ലെയിം അങ്ങ് ടേൺ ഓഫ് ചെയ്യുക. ടേൺ ഓഫ് ചെയ്ത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. ഇനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുകയാണ്. സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കടുക് പൊട്ടിച്ചത് ഒന്ന് താളിച്ച് കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നാച്ചുറൽ സൗണ്ട്സൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോൾ കുക്കിംഗ് ചെയ്താലും എൻ്റെ അമ്മ അവിടെ ബാക്കിൽ വന്ന് എന്തെങ്കിലും ഡയലോഗ് ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് സൗണ്ട് ഓൺ വോയിസ് അപ്പം തന്നെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതാ വീഡിയോയും ഡിലേ ആവുന്നത്. അപ്പോൾ ഡു വാച്ച് ഇറ്റ്, സപ്പോർട്ട് ആൻഡ് താങ്ക് യു.